ഓരോരുത്തർ ചെരുപ്പ് എടുത്തിട്ട് കളിക്കുക. ഇങ്ങോട്ട് വെക്ക്. ഹായ്. മീനൊക്കെ മേടിച്ചിട്ട് കുഞ്ഞിനെ അവിടെ മീൻ നന്നാക്കട്ടോ. അമ്മയ്ക്ക് ഇന്ന് നല്ല പണി കിട്ടിയ ദിവസമാണ്. നോക്കുമ്പോൾ അമ്മ ഇന്ന് തേങ്ങ പൊളിക്കട്ടോ. ഉണക്കാനുള്ളതേ കുറച്ചും കൂടിയും പൊളിക്കാണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇന്ന് വെയിൽ മങ്ങിയും കൊണ്ടാട്ടോ. വെയിലിന് ചൂടൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ഇനിയിപ്പോൾ അത് വെട്ടിയാൽ മഴക്കാറുണ്ട് ഇല്ലമ്മ. എന്നാ ഇനി നാളെ പൊളിക്കാം. കുറച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ചാക്കിലാക്കി വെച്ചോ. വികൃതി അടിക്കണ്ടോ രണ്ടാളും? ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. ചോറ് തിളച്ചു. മീൻ മേടിച്ചിട്ടുണ്ട്. കിളിമീനാട്ടോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കുകയാണ് കുഞ്ഞുണ്ണി. എവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടേ. കുട്ടികളാണെങ്കിൽ രണ്ടാളും വഴക്ക് കൂടിയിട്ട് അവരെ നോക്കാൻ തന്നെ വേണം ഒരാള്. അതാ വീണ കുഞ്ഞാവാ. അത് ഇടണ്ട പൊന്നെ. ആ ചെരുപ്പ് ഇടണ്ട പൊന്നെ കേട്ടോ. നമ്മളെ സ്വത്ത് അത് ഇടണ്ട കേട്ടോ. എന്തിനെങ്കിലും ഒന്ന് പുറപ്പെടുമ്പോഴത്തേന് അപ്പൊ കണ്ടോ മഴ വന്നും കൊണ്ടു എന്തെങ്കിലും ഒരു പണി എടുക്കാന്ന് വിചാരിച്ചാൽ തീർക്കണം എന്ന് വിചാരിച്ചാ അപ്പൊ അത് നടക്കില്ല. എന്തേ ചെരുപ്പൂര് കുട്ടി ഊരേ മതി. ശകരം മതി. അത് മുഴുവൻ വേണമെന്ന് ഉള്ളി അത് മാറ്റി വെച്ചാൽ. ആ ചീര ഉലുവ ഇട്ടിരിക്കുകയാണ് കേട്ടോ കറി വെക്കാൻ. കിളിമീനില്ലേ പൊട്ടാത്തു. എണ്ണ ചൂടാ. ചട്ടിയപ്പങ്ങാനും അടുപ്പത്ത് വെച്ചു. ചൂടാവട്ടെ ചട്ടി. ഇവിടെ ഇങ്ങനെ ഈ സിങ്കിൻ്റെ അവിടെ നിന്നിട്ട് ഇത് അങ്ങനെ നനഞ്ഞു ഇട്ടതുണ്ടോ. കളർ വ്യത്യാസം. സിങ്കിൻ്റെ അവിടെ നിന്നിട്ടേ പൊട്ടുന്നുണ്ട് ഇലുവ. എടുക്കട്ടെ. കുഞ്ഞാറ്റേ എല്ലാം ഒന്നിച്ചാട് തട്ടി. അവിടെ മാറ്റി വെച്ചിട്ടില്ല. നല്ല ഉണ്ടാവും. പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലേക്ക് ഇടുക മൊത്തം. വറക്കാനുള്ള ഈ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി. വികൃതി അടിച്ചിട്ട് രണ്ടാളും കൂടി ചെറുത് ഉറങ്ങി പാവം. വികൃതി അടിച്ചിട്ട്. കുഞ്ഞാറ്റേ എവിടെ? ഒച്ച ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ചെറിയോള് എണീക്കും കേട്ടോ. ഇത്രയും നേരം ആ തോടിൻ്റെ അതിനെ ഓടുമായിരുന്നു.
അപ്പുറത്താണ് കല്ല് കൂട്ടി വെച്ചിരിക്കുക കേട്ടോ. തക്കാളി ഇല്ലാത്ത മീൻ കറി വെറും പുളി ഒഴിച്ചിട്ട് വെക്കണം. കറിക്കുള്ളത് നടു രണ്ട് കഷ്ണാക്കിട്ട് തന്നപ്പോ മൂച്ചല്ലേ അല്ലേ, അതൊന്ന് ആ കല്ലിൽ വരഞ്ഞാൽ മതിയായിരുന്നു. അതൊന്ന് കല്ലിൽ വരതിയിട്ടുണ്ടെങ്കിൽ മൂർച്ച ഉണ്ടാവുമായിരുന്നു. നമ്മൾ തക്കാളിയൊക്കെ മുറിച്ച ഇതിന്റെ മൂർച്ച പോവുമല്ലോ കത്തിയുടെ, പുളി തട്ടിയിട്ട്. അമ്മ തേങ്ങ വെട്ടണില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നോക്കുമ്പോൾ മഴക്കാറ് ഇടയ്ക്ക് മൂടും, വെയിലില്ല, പിന്നെ നല്ല വെയില്, പിന്നെ അതേപോലെ വെയിലേക്ക് പോവും. അങ്ങനെയായിട്ട് ലാസ്റ്റ് പിന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ തേങ്ങ വെട്ടിയിട്ടു കേട്ടോ. നമ്മളവിടെ തേങ്ങ വെട്ടിയിട്ടൊക്കെ നിരത്തുന്നുണ്ട് അതിന്. പിന്നെ കൊട്ടത്തേങ്ങ കുറച്ച് ഉണ്ടായിരുന്നു ചിരട്ടയിൽ നിന്ന് വിട്ടതൊക്കെ, അപ്പോൾ അതൊക്കെ പൂണ്ടിട്ട് ഇടുകയാണ് അവിടെ. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു കേട്ടോ. ഒക്കെ ഒന്ന് വഴണ്ടി വരട്ടുന്നിട്ട് ഇനി ബാക്കി മസാലപ്പൊടികളൊക്കെ ഇടാൻ. ഫസ്റ്റ് ട്രിപ്പ് ഇതാട്ടോ മീൻ വറുക്കാൻ അടുപ്പത്ത് വെച്ചിട്ട്. കറിയൊക്കെ ആയി. കുറച്ചും കൂടി ഉണ്ട് വറുക്കാൻ, അതും കൂടി ഉള്ളു വറുക്കാനൊക്കെ. ചീര കിട്ടിയമ്മ ഇതന്നെ ഇവിടുന്ന് കിട്ടിയുള്ളൂ. ചീരപ്പേരി വെക്കാനേ, ചീരപ്പേരി വെക്കാൻ വേണ്ടിയിട്ടേ ചെറിയോള് കുഞ്ഞിന് ചീര അരിയാൻ പോയിരിക്കുക. പകുതി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ഫ്രണ്ടിൽ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് അരിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി ബാക്കിയുള്ളത് അരിയാൻ വേണ്ടി പോയിരിക്കുക. മീനിതാ അടുപ്പത്ത് മൊരിയണു. ഏത് പറഞ്ഞാലും വീഴ്ത്തണം എന്ന് വിചാരിക്കണേൽ മാത്രം തട്ടുന്നില്ല. മെല്ലെ 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 കുഞ്ഞാറ്റ നീക്കും. ആ ഒരാൾക്ക് പപ്പായ തിന്നാൻ പൂതിയായിട്ട് ഇതാണ്ടോ പപ്പായാണ്.